ഇത് വ്യാപകമായിട്ട് CPM അവരുടെ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് കള്ളവോട്ട് നടത്തുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. വ്യാപകമായിട്ട് ഇത്തരം CPMൻ്റെ കേന്ദ്രങ്ങളിൽ CPM വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇത് CPMും അതുപോലെ തന്നെ CPMൻ്റെ അനുകൂല സംഘടനയായിട്ടുള്ള സർവീസ് സംഘടനകൾ ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ആ ഗൂഢാലോചനയുടെ ബാക്കി പത്രമാണ് ഈ പോസ്റ്റൽ വോട്ട്. വീടുകളിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളോ ഏജൻറ്റുമാരോ ആ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം, അതുപോലെ തന്നെ നിയമം. ആ നിയമത്തെ കാറ്റിൽ പറത്തിയിട്ടാണ് ഒരു ഉത്തരവാദപ്പെട്ട CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ആയിട്ടുള്ള ഒരാൾ ഇന്നലെ വോട്ട് രേഖപ്പെടുത്തുന്നത് ആ വോട്ടറുടെ സമ്മതമില്ലാതെ അവരുടെ കേന്ദ്രമായതുകൊണ്ട് അതിൻ്റെ ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിട്ട് ആണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള, കോൺഗ്രസ്സിന് സ്വാധീനമുള്ളിടത്തും ഇത്തരം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഇത് സംബന്ധിച്ച് ഇത്തരം വോട്ട് രേഖപ്പെടുത്തിയ ഇടങ്ങളിലൊക്കെ തന്നെ വീണ്ടും പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. BJPയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് അഡ്വക്കേറ്റ് മനോജ് കുമാർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. ഈ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്കും രേഖാമൂലമുള്ള പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർന്നാണ് നടപടികളൊക്കെ വന്നിട്ടുള്ളത്. ഞങ്ങൾ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താനാണ് ആവശ്യപ്പെടുന്നത്. ഈ വീടുകളിൽ ചെന്നിട്ടുള്ള വോട്ട് തന്നെ ഇതെല്ലാ സംവിധാനമുണ്ടായിട്ട്, മൈക്രോ ഒബ്സർവറും അതുപോലെ തന്നെ എല്ലാ സംവിധാനമുണ്ടായിട്ട് പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് CPMൻ്റെ പെരുമാറ്റം. അവർ ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനുള്ള വലിയ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. CPM അനുകൂല ഉദ്യോഗസ്ഥന്മാർ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിഷ്പക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അവസരം കാസർഗോഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.